എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോഴ്സിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. സോ ഏകദേശം ഒരു 15, 16, 17 വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ റെഗുലറായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ വീഡിയോയോട് കൂടി നമ്മൾ ഈ പറയുന്ന മൈക്കിൽ സംസാരിക്കുന്ന ഇങ്ങനെ വന്ന് ഡയറക്റ്റായിട്ടിരിക്കുന്ന വീഡിയോസ് ഞാൻ കട്ട് ചെയ്യുകയാണ്. കാരണം ഇനി നമുക്കെല്ലാം കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലായിരിക്കും മെയിനായിട്ട് കാണാനുള്ളത്. കാരണം മൊബൈലിൽ വളരെ കുറവാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. കാരണം മൊബൈലിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റും. സോ മൊബൈലിൽ ഇനി വളരെ കുറവായിരിക്കും. സോ ഇനി നമുക്ക് കുറേ കമ്പ്യൂട്ടറിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റേക്കിങ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിലേക്ക് പോയി പരിചയപ്പെടാം. ഇനി നമ്മൾ ഡയറക്റ്റ് പ്രാക്ടിക്കലായിരിക്കും പോകുന്നത്. സോ ഇത്രയും വീഡിയോസ് കണ്ട് നോട്ട് ചെയ്ത് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും മനസ്സിലാവത്തില്ല. സോ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ബ്രിഡ്ജിങ്. സോ ഇതും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വേൾഡ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡിൽ നമുക്ക് അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി നിൽക്കും. അല്ലെങ്കിൽ ഒരു ഡൗട്ട് നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. ബ്രിഡ്ജ് ചെയ്യുക, അതായത് നമ്മൾ സ്വാപ്പ് ഓൾറെഡി പഠിച്ചു. സ്വാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റിലെടുത്തു. ട്രസ്റ്റ് വാലറ്റിൽ ഒരു കോയിന് BNB കൊണ്ടുവന്നു. ഈ BNB വച്ചിട്ട് പാൻ കേക്ക് എന്ന് പറയുന്ന അവരുടെ കോയിൻ വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോയിൻ, ഇപ്പോൾ BNB ചെയിനിലുള്ള USDT നമ്മൾ വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ BNBയിലുള്ള SHIB നമ്മൾ വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ BNBയിലുള്ള പെപ്പ് നമ്മൾ വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ BNBയിലുള്ള മറ്റേതെങ്കിലും ടോക്കൺസിനെ നമ്മൾ മേടിക്കുന്നു. അപ്പോൾ ഈ സെയിം നെറ്റ്വർക്കിലുള്ള കോയിൻസ് മേടിക്കുന്ന പരിപാടിയാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മൾട്ടി നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന പരിപാടി. അതായത് മൾട്ടി നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ BNB ആണുള്ളത്. പക്ഷേ എനിക്ക് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് കൊണ്ടുപോവാതെ എത്തീരിയം ആക്കണം. അതിനെ നമുക്ക് ബ്രിഡ്ജ് എന്ന് പറയാം. അപ്പോൾ ബൈനാൻസോ ബിറ്റ്ഗെറ്റോ ഈ പറയുന്ന ബിറ്റ്മാർട്ടിലോ ഒന്നും കൊണ്ടുപോവാതെ തന്നെ എനിക്ക് ഈ പറയുന്ന BNBയെ എത്തീരിയം ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഡീസെൻട്രലൈസ്ഡ് വേൾഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജിങ് പ്ലാറ്റ്ഫോം. അതായത് ഇപ്പോൾ അത് എത്തീരിയം മാത്രമല്ല, വേറെ ആക്കാം. ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെങ്കിൽ ബിറ്റ്കോയിനും ആക്കാം. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ബ്രിഡ്ജിങ് വരുന്നത്. സോ ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പല പല നെറ്റ്വർക്കിലുള്ള ബിറ്റ്കോയിനാണ്. ഞാൻ ഡയറക്റ്റ് ബിറ്റ്കോയിനിലേക്ക് പോയിട്ടില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഗ്യാസ് ഫീ അത്യാവശ്യം നല്ല കൂടുതലാണ്. സോ ഞാൻ മറ്റ് നെറ്റ്വർക്കിലുള്ള ബിറ്റ്കോയിനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോരോ പേർപ്പസിന് വേണ്ടി. അതായത് നമ്മൾ എന്തിനാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു പർപ്പസ് വേണം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിഡ്ജ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മെയിനായിട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എത്തീരിയത്തിന് ഒരുപാട് ലെയർ 2s ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലെയർ 1, ലെയർ 0, ലെയർ 2 ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാം. എന്തായാലും അത് അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ തരാം. എത്തീരിയം എന്ന് പറയുന്നത് ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. അതായത് ഇപ്പോൾ ബിറ്റ്കോയിനും ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. സോ ബ്ലോക്ക് ചെയിൻ്റെ ഫസ്റ്റ് ലെയറാണ് ഈ പറയുന്ന എത്തീരിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എത്തീരിയത്തിനകത്ത് സോൾഡിറ്റി വച്ച് കോഡിങ് ചെയ്ത് അവർ ഒരു ലെയർ 2നെ ഉണ്ടാക്കും. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട്, കുറച്ചുകൂടെ എത്തീരിയത്തിൻ്റെ ഗ്യാസ് ഫീ കുറച്ചിട്ട്, എന്നാൽ എത്തീരിയം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി. അതാണ് ഈ ലെയർ 2s എന്ന് പറയുന്നത്. അപ്പോൾ ലെയർ 2സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞ അവർ കുറേ കൂടെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ അവർക്ക് എത്തീരിയം കാണും സ്വന്തമായിട്ട്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആർബിട്ര. 2 പോളിഗൺ, 3 ഈ പറയുന്ന മോഡ്, 4 ബ്ലാസ്റ്റ്, 5 ഒപ്റ്റിമിസം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവരെല്ലാം വരുന്നത് എതീരിയത്തിൻ്റെ ലെയർ 2s ആണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ഈ പറയുന്ന ഒരു എതീരിയം കാണും. ഇപ്പോൾ ചില പ്രോജക്ട്സുകൾ അവരുടെ ടോക്കണും കൂടെ അതിൻ്റെ കൂടെ കാണും. പിന്നെ ഇവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ടോക്കൺ വരും. സോ ഇപ്പോൾ ലെയർ 2സിൽ നമുക്ക് എയർ ഡ്രോപ്പുകൾ പല പ്രോജക്റ്റും കിട്ടിയിട്ടുണ്ട്, ഇനി കിട്ടാനുമുണ്ട്. അപ്പോൾ ഈ ലെയർ 2ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു ടോക്കൺ അവരെന്തായാലും ഇറക്കും. കാരണം അവർക്ക് ഈ പറഞ്ഞ ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണോമസ് ഓർഗനൈസേഷൻ DAO ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, അവരുടെ പുതിയ പ്രൊപ്പോസൽസ് വയ്ക്കാൻ വേണ്ടി, ആ ഒരു പ്രോജക്റ്റിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അവർ ഉറപ്പായിട്ടും ഈ പറയുന്ന ലെയർ 2സിൽ ടോക്കണുകൾ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലെയർ 2കൾ വരുമ്പോൾ എതീരിയം വാങ്ങിച്ചിട്ട് ആ ഒരു ലെയർ 2ലേക്ക് ബ്രിഡ്ജ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബ്രിഡ്ജിങ്ങിൽ ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ആർബിട്രത്തിൻ്റെ എതീരിയം ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ മാക്സിമം എതീരിയം എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ആദ്യം നോക്കിയിട്ട് മാക്സിമം കോസ്റ്റ് എഫക്റ്റീവായ വേയിലൂടെ വേണം എതീരിയം കൊണ്ടുപോകാൻ. കാരണം എതീരിയത്തിൻ്റെ മെയിൻ ചെയിനിൽ കൊണ്ടുപോയാൽ നല്ല ഗ്യാസ് ഫീ ആണ്. 5 വരും, 10 വരും, 20 വരും, 50 വരും, 100 വരും. അതൊക്കെ പല പല സിറ്റുവേഷനിലായിരിക്കും എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീയുടെ അളവനുസരിച്ചായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ എതീരിയത്തിന് ഇപ്പം കയറി നിങ്ങൾ നോക്കിയാൽ പോലും എതീരിയം ചെയിനിലൂടെ കൊണ്ടുപോകണമെങ്കിൽ 8 10 ഡോളർ ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കണം. പക്ഷേ ആ സമയത്ത് ലിനിയയിലോ ബ്ലാസ്റ്റിലോ ആർബിട്രത്തിലോ ZK സിങ്കിലോ
ഇതിലൊക്കെ കൊണ്ടുപോവേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് മതി ഗ്യാസ് ഫീ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ എത്തീരിയം ഈ പറയുന്ന ആർബിട്രം ചെയിനിൽ കൂടെ കൊണ്ടുപോകും $1 ഗ്യാസ് ഫീ കൊടുത്ത്. എന്നിട്ട് ഈ പറയുന്ന ബ്ലാസ്റ്റ് എന്ന് പറയുന്ന എത്തീരിയത്തിൻ്റെ ലെയർ 2 പല എക്സ്ചേഞ്ചിലും ഇല്ല. അപ്പോൾ നമുക്ക് ബ്ലാസ്റ്റിലേക്ക് എത്തീരിയം വേണം എന്ന എക്സ്ചേഞ്ചിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആർബിട്രത്തിൽ കൊണ്ടുപോയിട്ട് ഈ ആർബിട്രത്തിൽ നിന്ന് ബ്ലാസ്റ്റിലേക്ക് ബ്രിഡ്ജ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് തന്നെയാണ് മെയിനായിട്ട് പല ഇതിലും വരുന്നത്. ബ്രിഡ്ജിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് കിട്ടുന്ന പുതിയ പ്രോജക്ട്സിൻ്റെ ടോക്കണ് വേണ്ടി. ഇപ്പോൾ എതീരിയത്തിൻ്റെ മറ്റൊരു ലെയർ 2 ആയ സോണി, അതായത് നമ്മുടെ സോണി എന്ന് പറയുന്ന കമ്പനി, ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഇത് സോണിയുടെ ക്യാമറയാണ്. സോ ഈ സോണി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബ്ലോക്ക് ചെയിൻ വന്നിട്ടുണ്ട്, സോണിയോ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ എതീരിയം ഇപ്പോൾ റിയൽ വേൾഡ് ആയിട്ടുള്ള പല എക്സ്ചേഞ്ചുകളിലും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവർ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജിലോട്ട് നമ്മുടെ കയ്യിലുള്ള എതീരിയത്തിനെ കൊടുത്തിട്ട് സോണിയം എത്ത് മേടിക്കും. സോ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ മിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. മിൻറ്റിനും എത്തുണ്ട്. അപ്പോൾ ഈ എത്തിന് എന്ത് ചെയ്യണം? നമ്മൾ എടുക്കണം. ഇതേപോലെയാണ് സോറയ്ക്ക് നമ്മൾ എടുക്കണം. അപ്പോൾ പല പ്രോജക്റ്റുകളിലും നമുക്ക് ഈ ബ്രിഡ്ജിങ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഐഡിയ മനസ്സിലാവും എന്താണ് ബ്രിഡ്ജ് എന്നുള്ളത്. പിന്നെ എനിക്ക് ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. മൊബൈലിൽ നിങ്ങൾക്കിത് കമ്പ്യൂട്ടർ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് മൊബൈലിൽ യൂസ് ചെയ്യേണ്ടത് ഒന്ന് കിവി ബ്രൗസർ, KIWI. കിവി എന്ന് പറയുന്ന ബ്രൗസർ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മിസ്സിസ് എന്ന് പറയുന്ന ബ്രൗസർ നോക്കുക. ഈ ഒരു 2 ബ്രൗസർ വഴി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മിസ്സിസ് എന്ന് പറയുന്ന ബ്രൗസർ ഇതാണ്. സോ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാം. സോ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിഡ്ജാണ്. സോ ഈ ബ്രിഡ്ജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ 2 എക്സാമ്പിളാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഡെക്സിൽ, പാൻകേക്ക്, യൂണിസ്വാപ്പ് ഒക്കെ പോലെ ഈ ബ്രിഡ്ജിൽ മെയിനായിട്ട് ഓർബിറ്ററും ഔൾട്ടോ ഫിനാൻസും ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത് ഈ ബ്രിഡ്ജിൽ. സോ ഇവിടെ ഈ ഓർബിറ്ററിൽ നമുക്ക് വന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് വാലറ്റ് കണക്ട് ചെയ്യാമെന്നാണ്. സോ ഇവിടെ വാലറ്റ് എൻ്റെ ഇപ്പം ഇല്ല, ബട്ട് ഞാൻ എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ കമ്പ്യൂട്ടറിൽ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം അന്ന് പറഞ്ഞുതരാം. സോ ഇവിടെ നമുക്ക് എത്തീരിയം ബ്രിഡ്ജ് ചെയ്യാം. അതോടൊപ്പം ഈ പറയുന്ന USDC, BTC, ഈ പറയുന്ന USDT അങ്ങനത്തെ ടോക്കൺസ്. അപ്പോൾ വച്ചു. ഇപ്പോൾ ഫസ്റ്റ് എതീരിയം ഞാൻ സെലക്ട് ചെയ്തു. എതീരിയത്തിൽ തന്നെ നമുക്ക് എതീരിയം ചെയിനിലുള്ള മറ്റ് ടോക്കൺസ് എല്ലാം കൊടുക്കാൻ പറ്റും. സോ ഞാൻ എതീരിയം തന്നെ സെലക്ട് ചെയ്തു. എതീരിയം സെലക്ട് ചെയ്തിട്ട് ഈ എതീരിയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സോറയിൽ എതീരിയം ഉണ്ട്, പോളിഗൺ, മാൻഡ, ക്രോമ, മാൻഡിൽ, ഈ പലതും നമ്മുടെ മെയിൻ എക്സ്ചേഞ്ചുകളിലൊന്നും ഇല്ല. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എതീരിയം വച്ചിട്ട് സൈബറിൻ്റെ എതീരിയം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് അപ്രൂവ് ചെയ്യണം, സെക്കൻഡ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കും. അതനുസരിച്ച് നമ്മൾ സ്വാപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അപ്രൂവ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. സോ ഇതേപോലെയാണ് നമ്മൾ ഇത് ചെയ്യാനുള്ളത്, ഈ പറയുന്ന എതീരിയത്തിനെ മറ്റിതിലേക്ക് ബ്രിഡ്ജ് ചെയ്യുന്നത്. സോ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ വേറെ ഏത് ടോക്കണും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാനുള്ളത്. മെയിനായിട്ട് നമ്മുടെ ബ്രിഡ്ജിങ് ഇങ്ങനെ തന്നെയാണ് ഈസി ആയിട്ട് വരുന്നത്. ഇപ്പോൾ BNB ആണെങ്കിൽ BNB നിന്ന് OP-BNBയിലേക്ക് കൊണ്ടുപോകണമെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം വേറെ ഒരു പ്രോജക്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ടോണിൽ നിന്ന് എത്തീരിയം ആക്കണമെന്നുണ്ടെങ്കിൽ, ടോണിൻ്റെ ചെയിനിലുള്ള USDC നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്തീരിയം ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുയി ആക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ചെയിനിൽ നിന്ന് മറ്റൊരു ചെയിനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഏതാണോ മെയിൻ നെറ്റ് യൂസ് ചെയ്യുന്നത് ആ മെയിൻ നെറ്റിൻ്റെ ടോക്കണ് നിങ്ങളുടെ കയ്യിൽ വേണം. ഇപ്പോൾ USDC ടോണാണ് നമ്മൾ എടുക്കുന്നത്, USDC സുയി ആണ് എടുക്കുന്നത്. അപ്പോൾ ടോണിൽ നിന്ന് സുയി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ടോണിൻ്റെ കുറച്ച് എമൗണ്ട് ഗ്യാസ് ഫീ കൊടുക്കാൻ വേണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സുയിൽ നിന്നാണ് ടോൺ ചെയ്യുന്നതെങ്കിൽ ഗ്യാസ് ഫീ കൊടുക്കാനായിട്ട് സുയി നമ്മുടെ കയ്യിൽ വേണം. ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പല പ്രോജക്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. അതിൻ്റേതായ വാലറ്റുകൾ കണക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. സോ എല്ലാ മെറ്റാമാസ്കിലും ട്രസ്റ്റ് വാലറ്റിലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓരോന്നിനും അതിൻ്റേതായ വാലറ്റ് ഉണ്ട്. ഇപ്പോൾ ടോണിന് ടോൺ കീപ്പർ ഉണ്ട്, സുയിക്ക് സുയി വാലറ്റ് ഉണ്ട്, സൊലാനോയ്ക്ക് ഫാൻഡം ഉണ്ട്. അങ്ങനെ ഇപ്പം പല വാലറ്റുകൾ. ഇപ്പോൾ INJ പോലുള്ളത് അത് കെപ്ലർ വാലറ്റ്. അപ്പോൾ പല പ്രോജക്ട്സ് വരുമ്പോൾ അതിൻ്റേതായ വാലറ്റ്സുകൾ യൂസ് ചെയ്ത് അതിൻ്റേതായ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാവേം വേണം. സോ ഡീസെൻട്രലൈസ്ഡിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോവാനായിട്ട് നമുക്ക് ബ്രിഡ്ജ് യൂസ് ചെയ്യാം.
സെയിം നെറ്റ്വർക്കിലുള്ള 2 ടോക്കൺസ് എടുക്കാനായിട്ട് നമ്മൾ സ്വാപ്പ് യൂസ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ വാലറ്റ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഫണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ സ്റ്റേക്കിംഗ് പൂളിലൊക്കെ പ്ലേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രിഡ്ജിങ്ങിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. നമ്മൾ ആ സ്വാപ്പിൻ്റെ വീഡിയോ കണ്ടതുപോലെ തന്നെയാണ് ബ്രിഡ്ജും ചെയ്യുന്നത്. വാലറ്റ് കണക്ട് ചെയ്യണം. പിന്നെ ചില എക്കോസിസ്റ്റത്തിന് അതായത് ചില പ്രോജക്റ്റുകൾക്ക് 2 വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് 2 വാലറ്റ് അവിടെ കണക്ട് ചെയ്യേണ്ടി വരും. ഒരു വാലറ്റ് മെയിൻ വാലറ്റ് അതായത് നമ്മളെ എത്തുള്ള മെയിൻ വാലറ്റ്, 2 സുയിയുള്ള സെക്കൻഡറി വാലറ്റ്. അപ്പോൾ എത്തിൽ നിന്ന് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ രണ്ടാമത് സുയിയുടെ വാലറ്റിലേക്കായിരിക്കും ഇത് പോകുന്നത്. അതിനു വേണ്ടിയാണ് അവർ 2 വാലറ്റുകൾ കണക്ട് ചെയ്യാൻ പറയുന്നത്. അത് ഓരോ പ്രോജക്റ്റുകളും നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം നോക്കി ചെയ്താൽ മതി. ചെയ്യുമ്പോൾ പിന്നെ ഗ്യാസ് ഫീഡ് അവിടെ വരുമ്പോൾ അതായത് ഒരു പോപ്പപ്പ് വരുമല്ലോ നമുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഗ്യാസ് ഫീ എത്രയാണ്, എത്ര ടോക്കണാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്, ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ചുമ്മാ അങ്ങ് അപ്രൂവോളും കൺഫർമേഷനും ഒന്നും കൊടുത്ത് വിടരുത്. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഡയറക്റ്റ് കമ്പ്യൂട്ടറിലേക്ക് പോവുകയാണ്. സോ ഇനി കമ്പ്യൂട്ടറിലായിരിക്കും നമ്മൾ ഒരു ക്രോം അല്ലെങ്കിൽ ഒരു ബ്രൗസറിൽ എങ്ങനെ ഈ പറയുന്ന എക്സ്റ്റൻഷൻ എടുക്കണം, എക്സ്റ്റൻഷൻ എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ പറഞ്ഞ ബ്രിഡ്ജസ് എല്ലാം എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യണം, എല്ലാം മൊബൈലിൽ നല്ല പരിമിതിയുണ്ട്. സോ നന്നായിട്ട് ട്രേഡിംഗ് പാഷനായിട്ട് കണ്ട് നന്നായിട്ട് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ട്രേഡിംഗ് ആണ് നമുക്കൊരു സെക്കൻഡറി ഒരു പർപ്പസ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു സിസ്റ്റം അസംബിൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു ലാപ്പ് മേടിക്കുക. സോ ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ പോംവഴി. കാരണം കമ്പ്യൂട്ടർ ഇല്ലാതെ നടക്കത്തില്ല ഇന്നത്തെ കാലത്ത്. മൊബൈലിൽ ചെയ്യാം, പക്ഷെ ഒരു പരിധിയുണ്ട്. ഒരു ടൈം കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് പോകും. ഒരുപാട് ആൾക്കാർ മൊബൈലിൽ ചെയ്യുന്ന റീൽസൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. പിന്നെ അവർ ഈ പറയുന്ന വലിയൊരു എമൗണ്ട് ഇട്ടൊക്കെ ചെയ്യുമ്പോൾ മെയിൻലി അവർ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ചാർട്ട് അനാലിസിസ് എല്ലാം ചെയ്ത് ഈ ഓപ്പണും എക്സിറ്റും എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ട് മൊബൈലിലേക്ക് വന്ന് ജസ്റ്റ് അത് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മെയിനായിട്ട് മൊബൈലല്ല അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ മൊബൈൽ ട്രാവലിൽ ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ തന്നെ എൻട്രി എക്സിറ്റും ഉണ്ടെങ്കിൽ ഈസി ആയിട്ടൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇതുവരെ ട്രേഡിങ്ങിലേക്ക് കടന്നിട്ടില്ല. ഇതും മറ്റൊരു ട്രേഡിംഗ് ആണ്. ഞാൻ മറ്റേ റിയൽ ട്രേഡിംഗ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ചാർട്ട് അനാലിസിസ് ട്രേഡിങ്ങിലേക്ക് ഒന്നും കടന്നിട്ടില്ല. ഇത് വന്നിട്ട് ഡീസെൻട്രലൈസ്ഡ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വേൾഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും വീഡിയോസിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിന് കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു കുറച്ച് വീഡിയോസും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റിയൽ ട്രേഡിങ്ങിലോട്ട് വേണമെങ്കിലും കടക്കാം. സോ റിയൽ ട്രേഡിങ്ങിൻ്റെ കുറച്ച് ബേസിക്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, വല്ലപ്പോഴും മാത്രം ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് എന്നാലും നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ സലാം.